അപ്പം തണുപ്പ് കാലം തുടങ്ങി, താരനും തുടങ്ങി അല്ലേ? ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ചെയ്യാൻ പറ്റുക. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവും ഈ കെമിക്കൽ ഷാമ്പുവും ഒക്കെ വരുന്നതിന് മുന്നേ. അതെ, നമ്മുടെ അമ്മൂമ്മമാർ ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ യൂസ് ചെയ്തിരുന്ന ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു എന്താണെന്നറിയോ? കഞ്ഞിവെള്ളം. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തെ പറ്റി ആവട്ടെ ഇന്ന്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് കഞ്ഞിവെള്ളം ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്നത്? അതിൽ പ്രോട്ടീൻസ് ഉണ്ട്, വിറ്റാമിൻ ഉണ്ട്, എനർജി ഉണ്ട് അല്ലേ? നല്ലൊരു വയറിളക്കം അല്ലെങ്കിൽ ദഹനക്കേട് ഒക്കെ വന്നിരിക്കുമ്പം ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം എന്താണെന്ന് ചോദിച്ചാൽ കഞ്ഞിവെള്ളമാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാം നമ്മളൊക്കെ പല ടൈപ്പ് ഓഫ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും അല്ലേ? ആദ്യത്തെ 2-3 ദിവസം എന്താണ് അവസ്ഥ? നമ്മൾ ഈ ചോറൊക്കെ ഒന്ന് വെട്ടി കുറച്ച്, ചിലർക്ക് തല കറക്കം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അപ്പം നമ്മൾക്ക് കഞ്ഞിവെള്ളം ഒന്ന് കുടിച്ചു നോക്കിയാൽ 2-3 ദിവസം നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ സ്റ്റാർച്ച് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒരുപാട് ഗുണമുള്ളതല്ലെന്ന് എപ്പോഴും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതും അത്ര നല്ലതൊന്നുമല്ല. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്ക് കഞ്ഞിവെള്ളം നന്നായിട്ട് തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പ്രോട്ടീന്, വിറ്റാമിന്, എനർജി ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് നമ്മുടെ മുടി സംരക്ഷണത്തിൽ ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ഇതിൽ ഇനോസിറ്റോൾ എന്ന പദാർത്ഥം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു ആരോഗ്യവും കറുപ്പും ബലമുള്ള ഒരു മുടി വേരോടുകൂടി നല്ല ബലത്തോടുകൂടി ഇരിക്കാനും ഒക്കെ സഹായിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടി നമുക്ക് നമുക്കിപ്പോൾ ഒരു വെയിൽ കാലത്തൊക്കെ നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലർക്കൊക്കെ ബോഡി ഭയങ്കരമായിട്ട് ചൂടാവാറൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ വെയിൽ കാലത്തിൽ നമുക്കൊരു പഴങ്കഞ്ഞി ആയിട്ട് ഒക്കെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഒക്കെ നമ്മുടെ ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുടി സംരക്ഷണത്തിലേക്ക് വരാം. അപ്പോൾ മുടിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മൾ തലയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പം നമുക്കത് താരനെ ഉണ്ടാക്കുന്നതാവരുത്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല വേരിന് നല്ല ബലം ഉണ്ടാവണം. മുടി വളർച്ചയ്ക്ക് അത് ഹെൽപ്പ് ചെയ്യണം. പിന്നെ മുടി കൊഴിച്ചിൽ നമുക്കത് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും ഒരു ക്രൈറ്റീരിയ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തൊലിക്ക് തന്നെ ആയാലും, അതായത് നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ തലയോട്ടിക്കായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുടിയുടെ വേരിന് നല്ല ബലം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനൊക്കെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മളിത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതുകൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ഇത് നമ്മൾ അന്നന്ന് പ്രിപ്പയർ ചെയ്യുന്നിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ, അപ്പം ഇന്ന് പ്രിപ്പയർ ചെയ്ത കഞ്ഞിവെള്ളത്തിൽ നമ്മൾ അത്രയും തന്നെ എമൗണ്ട് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ്. ഇപ്പം എല്ലാവർക്കും തേച്ച് പിടിപ്പിക്കുന്നതിനോട് കംഫർട്ടബിൾ ആവണം എന്നില്ല. തലനീരിറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കതൊരു സ്പ്രേ ബോട്ടിലിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ തലയോട്ടിലൊന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഡാൻഡ്രഫ്, താരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തണുപ്പ് കാലത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ ഈ താരൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി തല നനയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ. അതുകൊണ്ടാണ് നമുക്ക് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും താരനും ഒക്കെ വരുന്നത്. അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പം നമുക്ക് ഈ കഞ്ഞിവെള്ളം നമുക്ക് തലയിൽ തേക്കുന്നത് നല്ലതാണ്. ഇനി കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ മുടി കൊഴിച്ചിലൂടെ നന്നായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉലുവ അരച്ച് ചേർത്തിട്ട് നമ്മൾ തലയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഈ ഉലുവ അരച്ച് ചേർക്കുമ്പോൾ ഇത് ഫിൽട്ടർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഈ ഉലുവ പറ്റിപ്പിടിച്ചിട്ട് അങ്ങനെ കുറേ മുടി പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഉലുവ അരച്ച് തേക്കുന്നത് നല്ലതാണ്. ഇനി ഇത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെമ്പരത്തി താളി അരച്ചിട്ട് അതുകൊണ്ട് നമുക്ക് തല തേച്ച് കഴുകുന്നത് വളരെ നല്ലതാണ്. നെല്ലിക്ക നീരില്ലേ, അപ്പം നെല്ലിക്ക നീരും കഞ്ഞിവെള്ളവും കൂടെ നമ്മൾ ചേർത്തിട്ട് അത് നെല്ലിക്ക നമ്മൾ ജ്യൂസായിട്ട് അടിച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ചേർത്തിട്ട് അതുകൊണ്ടൊക്കെ നമ്മൾ തല കഴുകുന്ന വളരെ നല്ലതാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്നും തേച്ച് പിടിപ്പിക്കരുത്. ഒരു 20 മിനിറ്റ് കൂടിപ്പോയാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ തലയൊന്ന് കഴുകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ നമ്മുടെ തലയിൽ താരൻ നന്നായിട്ട് മാറാൻ സഹായിക്കുന്നു. ഇനി താരൻ മാറിയില്ല എങ്കിൽ അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ എന്ന് നിങ്ങളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ കൂടുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഇതിൽ നിൽക്കണം എന്നില്ല. ഉള്ളിലേക്ക് മരുന്നുകളൊക്കെ നന്നായിട്ട് കഴിക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. കാര്യം ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ ശരിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ.
പിന്നെ നമ്മൾ തലേ ദിവസം നമ്മൾ വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം, അതായത് അതിന് ഫെർമെൻറ്റേഷൻ സംഭവിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എന്ന് പറയും, പുളിപ്പിച്ച കഞ്ഞിവെള്ളം. ഇത് നമ്മുടെ സ്കാൽപ്പ് pH-ഉമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ തടയാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ദേഹവേദനയൊക്കെ ഉള്ള പ്രായമായവരുണ്ടാവില്ലേ, ചിലർക്ക് എണ്ണയൊക്കെ തേക്കുമ്പോഴാണ് വേദന കൂടുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടി ഹോം റെമഡി ഞാൻ പറഞ്ഞുതരാം. പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇത്തിരി ഈസ്റ്റ് ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി ചുക്ക്, ഇത്തിരി കുറുന്തോട്ടി, ഇത്തിരി വയമ്പ് ഇതൊക്കെ കൂടെ നമ്മൾ പൊടിച്ചിട്ട് അല്ലെങ്കിൽ കിഴി കെട്ടി നമ്മൾ ഇട്ടിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വേദനയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേദന നന്നായിട്ട് കുറയും. ഇത് തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം. അപ്പം ഇനി നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് അരിയിൽ നമ്മളൊരു 6-7 മണിക്കൂർ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്തിയിടുക. എന്നിട്ട് ഈ വെള്ളം കൊണ്ടായാലും നമ്മൾ തല കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞിട്ട് ആൻറ്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടി, അതായത് നമ്മുടെ താരനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ തലയോട്ടി നല്ല വൃത്തിയാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ആരും പറയത്തില്ല പറഞ്ഞോട്ട് മുടി നരച്ചു പോയിന്ന്. ഒരിക്കലും മുടി നരപ്പിക്കുന്ന പ്രോപ്പർട്ടി, കഞ്ഞിവെള്ളത്തിന് മുടി നരപ്പിക്കുന്ന പ്രോപ്പർട്ടി ഇല്ല. അപ്പം മുടിക്ക് നമുക്ക് നല്ലൊരു ബലവും അറ്റത്തിനും വേരിനൊക്കെ ഒരു ബലം കൊടുക്കാനൊക്കെ നമ്മൾ ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ള പ്രയോഗമൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കിയാലോ നമ്മുടെ സ്കിൻ കെയറിന് എങ്ങനെയാണ് ഈ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി. അപ്പം നമുക്കെല്ലാം അറിയാലേ, ഒരു പ്രായം കഴിയുമ്പം നമ്മൾ ഈ ചിരിക്കുന്നിടത്ത് നമുക്കിങ്ങനെ വര പോലെ വീഴും. ഇതിനാണ് ലാഫ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കിങ്ങനെ വര പോലെ വരും, അതിനാണ് ക്രോ ലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് വരും, അതിനാണ് ഫൈൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് കഞ്ഞിവെള്ളത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ കൊറിയക്കാരും ജാപ്പനീസുകാരും ഒക്കെ അവരുടെ സൗന്ദര്യ സംരക്ഷണത്തിന് നമുക്കിത് ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കഞ്ഞിവെള്ളം. അപ്പോൾ അവരുടെ പട്ടുപോലത്തെ പനങ്കൊല പോലത്തെ മുടിയുടെ രഹസ്യം കഞ്ഞിവെള്ളമാണ്. ഇനി നമുക്കിതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നോക്കിയാലോ. അപ്പോൾ ഈ പറഞ്ഞ 3 കണ്ടീഷനിൽ നമുക്ക് കഞ്ഞിവെള്ളം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കുള്ള ഐസ് ട്രേയിൽ നമുക്കിട്ട് വയ്ക്കാം. എന്നിട്ട് ഈ ഐസ് ട്രേ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഐസ് ക്യൂബായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇവിടെ ഒന്ന് ഉരച്ചുരച്ച് കൊടുക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കിന്നിൻ്റെ പോഴ്സൊക്കെ ഇല്ലേ, ശരിക്കും പറയാൻ നമ്മുടെ സ്കിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഫൈൻ ലൈനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഇലാസ്റ്റിസിറ്റി ഒക്കെ ഒന്ന് ഇത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സ്കിന്ന് ടൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ സ്കിന്ന് നമ്മുടെ പോഴ്സ് എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ, ആ പോഴ്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മുഖത്തെ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ സ്കിന്ന് നല്ല വെട്ടിത്തിളങ്ങാൻ വേണ്ടി, അതായത് സ്കിന്ന് ഗ്ലോയിങ് ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. സ്കിന്ന് പട്ടുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്കിന്ന് മാത്രമല്ല, നമ്മുടെ മുടിയും പട്ടുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടി ഇപ്പോൾ കഞ്ഞിവെള്ളം വെച്ച് നമ്മൾ തല കുളിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഒരു നല്ലൊരു കണ്ടീഷണറൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ സ്കിന്നിന് കുറച്ചുകൂടി ഒരു നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് ടോണറായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുഖത്തടിച്ച് കൊടുക്കുന്നത് ഒരു നല്ലൊരു ടോണറാണ്. ഇനി വെയിലത്ത് പോകുമ്പോഴുള്ള കരുവാളിപ്പ് ഒരുപാട് പേർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ടോണറില്ലേ, അപ്പോൾ ഈ ടോണർ നമ്മൾ മുഖത്തിങ്ങനെ അടിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം നമ്മൾ ചെറുതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മളിപ്പോൾ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെയിലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിന് ഈ ഒരു ടാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ സ്കിന്നെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.